എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് സാക്ഷിയായി നിർത്തിയ ദൈവത്തിന് കോടാകോടി സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. ആരാധനയ്ക്ക് ശേഷം ലൈനിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. ആന്റി പ്രാർത്ഥിച്ചിട്ട് ദൈവാലോചന വെളിപ്പെടുത്തി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഇന്നത്തെ ദിവസം കുറിച്ചിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം തന്നെ കുറിച്ചിട്ടിരുന്നു. നവംബർ മാസം ഞാൻ ഗർഭിണിയായി. ഞങ്ങൾ ഇത് ആരോടും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ വീണ്ടും ഇവിടെ ആരാധനയ്ക്കായി കടന്നു വന്നു. ഇവിടെ ലൈനിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആന്റി പ്രാർത്ഥിച്ചിട്ട് ദൈവാലോചന വെളിപ്പെടുത്തി അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി ആ വിഷയത്തിന്മേൽ ഭാരപ്പെടേണ്ട, ദൈവം ഒരു തലമുറയെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരുന്നോ? ഞാൻ ഇപ്പോൾ ഗർഭിണിയായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആരോടും പറഞ്ഞിരുന്നില്ല. ഇത് ദൈവത്തിന് മാത്രം അറിയാനുള്ള കാര്യമായിരുന്നില്ലേ? ദൈവത്തിന് മാത്രം അറിയാമായിരുന്ന ഒരു കാര്യം. ദൈവം തന്റെ ദാസിക്ക് ഈ സഹോദരിയുടെ അവസ്ഥ വെളിപ്പെടുത്തി തന്നു. വളരെ ഭാരത്തോടെ 6 വർഷം കുഞ്ഞുങ്ങളില്ലാന്ന അവസ്ഥയില് വേദനയോടെ ഈ കുടുംബം ഇവിടെ കടന്നു വരികയായിരുന്നു. സെപ്റ്റംബർ മാസം ദൈവാത്മാവ് അറിയിച്ചു, ഈ മാസം പോയി നിങ്ങളെ കുറിച്ചിട്ട് കൊള്ളുക, ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ച് കുറിച്ചിട്ട ദിവസം ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നമ്മുടെ ദൈവം വലിയവൻ. സാക്ഷ്യത്തിന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. അപ്രകാരം തന്നെ 2012 ജനുവരി ആരാധനയിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുത്തു. എനിക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയം തന്നെ ബ്രദർ ദൈവാത്മാ വെളിപ്പെടുത്തി, സൗമ്യ നിനക്ക് ഇതാ ഈ വർഷം തന്നെ ഒരു ജോലി തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന്. അപ്രകാരം തന്നെ എനിക്ക് കൃഷി വകുപ്പിൽ അസിസ്റ്റന്റായിട്ട് ഒരു ജോലി ലഭിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മധ്യ സാക്ഷിക്കുന്നത്. 2011 ജൂലൈ 20-ാം തീയതി എന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. വിവാഹം കഴിക്കുന്ന പൈതൽ കാനഡയിലായിരുന്നു. അങ്ങനെ വിസയ്ക്ക് പുതുക്കാനായിട്ട് കൊടുത്തപ്പോൾ അവിടെ സ്ട്രൈക്ക് തുടങ്ങി. അങ്ങനെ ഈ കല്യാണ ദിവസം കഴിയയില്ല എന്നിങ്ങനെ വിളിച്ച് പറയുകയുണ്ടായി. ഞങ്ങൾ വളരെ ഭാരത്തോടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം സിസ്റ്ററിനോട് ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം വിഷയം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സിസ്റ്റർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രകാരം പറഞ്ഞു, അവിടെ വിവാഹം നിശ്ചയിച്ച ദിവസത്തിൽ തന്നെ നടത്തും, അത്ഭുതകരമായി നടത്തും എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വിവാഹത്തിന് 13 ദിവസത്തിന് മുൻപേ എളിയ നാട്ടിലേക്ക് വരുവാനും വിവാഹം അത്ഭുതകരമായി നടത്തുവാൻ എന്റെ ദൈവം സഹായിച്ചു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ മതിയല്ല. ദൈവം ചെയ്ത അത്ഭുതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രാർത്ഥിച്ച സിസ്റ്ററിനോട് പെൺകുട്ടി ഇന്ത്യയിൽ, വരൻ കാനഡ രാജ്യത്തിൽ, വിവാഹ ഒരുക്കം സർവമം പൂർത്തിയായി. അപ്പോഴാണ് കാനഡ രാജ്യത്തിൽ സമരം തുടങ്ങുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വിസ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കല്യാണം നടക്കുമോ എന്നുള്ള അവസ്ഥയിൽ കർത്താവിന്റെ ദാസി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കാനഡ ഗവൺമെന്റ് മിഷണറിയെ ദൈവം തൊട്ട്. സന്തോഷമുള്ളവർ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.
യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച സെക്കൻഡിൽ സ്ട്രൈക്ക് സ്റ്റോപ്പായി. സകല മിഷണറികളും ചലിക്കാൻ തുടങ്ങി. നിശ്ചയിച്ച സമയത്ത് വരൻ നാട്ടിലെത്തി. ദൈവം വിവാഹം നടത്തിക്കൊടുത്തു. എന്റെ ദൈവം ഒരു രോഗം സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, നമുക്ക് അവൻ മതി. കൈകളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം നിൽപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിന് ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അതിനുവേണ്ടി വളരെ കാലമായി പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ എഴുതുകയുണ്ടായി. പരീക്ഷയുടെ തലേ ദിവസം സിസ്റ്ററിനെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്രകാരം പരീക്ഷ എഴുതുവാനും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുവാനും ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായി ജോലിക്ക് ജോയിൻ ചെയ്യാനും കഴിഞ്ഞു. ഇത്രയും ഭാഗം ദൈവത്തിന് കൂടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യം. ദൈവനാമത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ മാസക്കാലം അമ്മ വയറിലൊരു മുഴയായിട്ട് ആശുപത്രിയിൽ പോവുകയും ഡോക്ടർ പറയുകയുണ്ടായി ക്യാൻസറിന്റെ ആരംഭമാണെന്നും അത് ഒരു കൊച്ചിന്റെ വളർച്ച പോലെ വളർന്നിരിക്കുകയാണെന്നും പറഞ്ഞു. അത് റേഡിയേഷൻ ചെയ്ത് മാറ്റാൻ കഴിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഭാരത്താൽ വരയുമ്പോൾ ഒരു ദിവസം അമ്മയെ കൂടുതലായി ICUലാക്കുകയും വയറ് കയറി വീർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ആന്റി ഫോൺ നമ്പർ തരികയും ഞാൻ വിളിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം വിടുവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അമ്മ ജീവനോടെ കിട്ടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞോ? ഇല്ല, മരിച്ചു പോകുന്ന നിലവിളിയായോ? മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ കരച്ചിലും നിലവിളിയിലും ആയോ? കണ്ണീര് നിലവിളിയായില്ലേ? മരിച്ചു പോകുന്നു കരഞ്ഞുകൊണ്ട് ഞാൻ കരയുന്ന സമയത്ത് ആശുപത്രിയിലായിരുന്ന അടുത്ത ബെഡിലായിരുന്ന ഒരു സഹോദരി ഇവിടെ പ്രേ ഗാർഡൻസിന് ഫോൺ നമ്പർ കൊടുത്തു. അമ്മ വയറ്റിൽ വലിയൊരു മുഴ, ഒരു കുഞ്ഞിനെക്കാളും വളർച്ചയെത്തിയ മുഴ. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുകയില്ല. ആ മുഴ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ മുഴയാണ്. റേഡിയേഷൻ ചെയ്താലും ഇത് സൗഖ്യം വരികയില്ല. മരിച്ചു എന്ന് പറഞ്ഞു. വയറ് നീര് വന്ന് വയറ് വീർത്തു. അങ്ങനെ IC യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. മരണം മുഖാമുഖമായി. മരിച്ചു പോകുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സമയത്ത് അടുത്ത ബെഡിലെ സഹോദരി ഇവിടെ പ്രേ ഗാർഡൻസിലെ ഫോൺ നമ്പർ കൊടുക്കുകയും കർത്താവിന്റെ ദാസ്യ അടിയാൾ ഈ സഹോദരിക്ക് വേണ്ടി, ഈ സഹോദരിയുടെ മാതാവിന് വേണ്ടി നിലവിളിച്ച സമയത്ത് കർത്താവ് തൊട്ട് ആ സെക്കൻഡിൽ തന്നെ പരിപൂർണ സൗഖ്യം. റേഡിയേഷൻ ചെയ്തോ നിങ്ങളുടെ അമ്മയ്ക്ക്? ഇല്ല. ഓപ്പറേഷൻ ചെയ്തോ? ഇല്ല. ഇപ്പൊ പരിപൂർണ സൗഖ്യമായോ? പരിപൂർണ സൗഖ്യം. പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അത്ഭുത സൗഖ്യം ആയില്ലേ? പ്രാർത്ഥിച്ച സമയത്ത് തന്നെ കുറച്ചു കഴിഞ്ഞ് അമ്മയുടെ വയറ് താനെ തണിയുകയും ICUയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. മരണത്തിൽ നിന്ന് ഡോക്ടർമാർ മരിച്ചു പോകുന്ന വിധി എഴുതിയ ഈ സഹോദരിയെ കർത്താവ് ജീവനിലോട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്കൊരു തലമുറയില്ലായിരുന്നു. ഞങ്ങൾ വളരെ ഭാരത്തോടെ ഒത്തിരിയേറെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു. എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു സെക്കൻഡ് സാറ്റർഡേ ദിവസത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളും എഴുന്നേറ്റ് നിന്നു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവരിൽ 5 പേരെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. ഞങ്ങളെയും അപ്പോൾ തന്നെ ദൈവം തൊട്ട് അനുഗ്രഹിച്ചു. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ചെയ്തു. എന്റെ ഭർത്താവിന്റെ ഭവനത്തിലാണെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചു. ഞങ്ങളുടെ ആഗ്രഹം ദൈവം മാനിച്ചു. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്നെ തന്നനുഗ്രഹിച്ചു. ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എന്റെ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം, സ്വന്തം ഭർത്താവ് തടിയെടുത്ത് തലമണ്ടയ്ക്കടിച്ച് തല തകർന്ന് തലച്ചോറ് ചാണകം പോലെ തകർന്ന് മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ കൊണ്ട് ഇട്ട് ഈ വേസ്റ്റ് തുണിയെ തുടച്ചിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുന്നത് പോലെ 80% മരിച്ച ഈ സ്ത്രീയെ ഡോക്ടർമാർ വേസ്റ്റ് ബോക്സിലിട്ടു.
കൊണ്ടുപോയ ആംബുലൻസിൽ മടക്കി സഹോദരൻ കൊണ്ടുവരുവാൻ തീരുമാനിച്ച് കുഴി വെട്ടിയില്ല. ഇനിയുള്ള സാക്ഷ്യം അവർ തന്നെ നിങ്ങളോട് പറയും. ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഫെബ്രുവരി മാസം 25-ാം തീയതി എൻ്റെ സഹോദരൻ അവളുടെ തലയെ അടിച്ച് വിളന്നു, തലച്ചോറെല്ലാം കലങ്ങിയ അവസ്ഥയായിരുന്നു. ഇത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞത് 20% ജീവനുള്ളൂ, ഒരു ഓപ്പറേഷന് പോലും സാഹചര്യമില്ല, മരിച്ച അവസ്ഥയാണെന്ന് പറഞ്ഞു. നോക്കുവാൻ പോലും കഴിയാതെ ഡോക്ടർമാർ അങ്ങ് പിന്തിരിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഓപ്പറേഷൻ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ പ്രകാരം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവും, അങ്ങനെ നിങ്ങളുടെ നിർബന്ധമാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ് രാത്രി 10 മണിക്കാണ് ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചത്. ഓപ്പറേഷൻ ചെയ്താൽ തന്നെയും 3 പ്രാവശ്യം ഉടനെ ഓപ്പറേഷൻ വേണ്ടി വരും, വെന്റിലേറ്ററിൽ മാറ്റേണ്ടി വരും. ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി വണ്ടി വരെ എല്ലാം ഏർപ്പെടുത്തി നിർത്തിയിരുന്ന സമയത്ത് ഞാൻ രാത്രി 10 മണിക്ക് സിസ്റ്ററിന് ഫോൺ ചെയ്ത് സഹോദരന്റെ ഭാര്യയുടെ അവസ്ഥ പറഞ്ഞപ്പോ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ സഹോദരന്റെ ഭാര്യയെ തൊട്ട് വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ പുതിയൊരു തല കൊടുത്ത് അവളെ വിടുവിച്ചു. 24 മണിക്കൂറിന് മുമ്പേ അവൾ കണ്ണു തുറക്കുകയും ഈ ലോകത്ത് ദൈവം അത്ഭുതമായി വിടുവിച്ച് ദേശപ്പത്തിന് നന്ദിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ സഹോദരിയുടെ ശവശരീരം കൊണ്ടുവരാൻ വേണ്ടി വണ്ടി ഒരുക്കുന്ന സഹോദരിയെ കർത്താവ് തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകൾക്കും മകളുടെ കുഞ്ഞിനും വേണ്ടിയാണ്. എന്റെ മകൾ ജൂലൈ 3-ാം തീയതി SAT ഹോസ്പിറ്റലിൽ പ്രസവം നടക്കുകയും അത് തുടർന്ന് 3 നാൾ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് പനിയും ശരീരത്ത് നീരും ബാധിച്ച് രാവിലെ ഞാൻ ഡോക്ടർമാർ പറഞ്ഞ് പെട്ടെന്ന് ICUലാക്കണമെന്ന് ICUലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ കുഞ്ഞിനെ അവിടെ സംരക്ഷിക്കാനുള്ള ഒരു ഇതുമില്ലെന്ന് വെച്ചാൽ കയ്യിലെല്ലാം എന്തോ കമ്പ്യൂട്ടറായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്, ശരീരം മൊത്തം ഒരു വയറുകൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് നേഴ്സറിയിലാക്കുകയും നേഴ്സറിയിൽ കുഞ്ഞാവുകയും അമ്മ ഇവിടുത്തെ ICUലാവുകയും ചെയ്തു. അവർ പറഞ്ഞ് രക്തത്തിൽ കൗണ്ട് കുറയുകയും രക്തം കൗണ്ട് കുറയുന്നതിനനുസരിച്ച് ബ്ലഡ് കട്ട പിടിക്കുകയും ചെയ്യുന്ന അസുഖമാണ് ഇത്. ഒരു രോഗികളും ഇങ്ങനെ അസുഖം വന്നവർ രക്ഷപ്പെടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് പുറത്ത് ആണുങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാനിതുപോലെ 13-ാമത്തെ ദിവസമാണ് സിസ്റ്റർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് മകളുടെ കുഞ്ഞിന് പെട്ടെന്നൊരു ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി എന്നെ അവിടെ കുഞ്ഞിങ്ങളുടെ ICUലേക്ക് വിളിച്ച് അവിടെ ചെന്നപ്പോൾ എന്റെ കുഞ്ഞിന് കമഴ്ത്തിയാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരവസ്ഥ കണ്ടത്. അവിടെ അവന്റെ നട്ടലിൽ നിന്ന് എന്തോ എടുത്ത് അവർ പരിശോധനയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞാൻ കരഞ്ഞ് വിളിച്ചതുപോലെ ഉറച്ചു കരഞ്ഞതുപോലെ ആണ് തിരിച്ചു വരുന്നത്. വന്നപ്പോഴും മോളിതുപോലെ അവശ നിലയിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് സിസ്റ്ററോട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. സിസ്റ്റർ പറഞ്ഞ് ധൈര്യപ്പെടുക, നിങ്ങളെ കുഞ്ഞിനും മകൾക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്റെ യേശുവപ്പൻ അവൾക്ക് കൗണ്ട് കൂട്ടുകയും അവിടെ ശരീരത്തുള്ള രക്തക്കട്ടികളെല്ലാം മാറ്റി കർത്താവ് വിടുവിക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ യേശുവപ്പന് നന്ദിയോടെ സ്തുതി. ദൈവനാമപ്പെടുമാറാകട്ടെ. ഒരു നാൾ എനിക്ക് കാലത്ത് എണീറ്റപ്പോൾ ഇടത് സൈഡ് കുറുക്ക് ഭയങ്കര വേദനയായിരുന്നു. ഉടനെ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അവിടെ സ്കാൻ എക്സ്റേ എല്ലാം എടുത്തിട്ട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഡിസ്കിന് തകരാറാണെന്ന് പറഞ്ഞു. ഡിസ്ക് ദ്രവിച്ച് 3 ഡിസ്ക് ദ്രവിച്ചു പോയി, ഒന്ന് വന്ന് തല്ലി ആ ഞരമ്പും എല്ലാം ഇത് വിട്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. 3 ഡിസ്കും ദ്രവിച്ച് നരമ്പുകൾ വിട്ടിരിക്കുന്നു എന്ന് സ്കാനിങ്ങിൽ തെളിഞ്ഞു. ഫോൺ വിളിച്ചപ്പോ സിസ്റ്റർ എടുത്തിട്ട് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എല്ലാ വിഷയവും പറഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയില്ല, നിങ്ങളെ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? പറയുക. പ്രാർത്ഥിച്ചിട്ട് ദൈവാലോചന വെളിപ്പെടുത്തിയിരുന്നു. ഫോണിലൂടെ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എന്റെ അടുത്ത് നടക്കാൻ പറഞ്ഞു സിസ്റ്റർ. അതുവരെ എനിക്ക് അപ്പോൾ നിങ്ങൾ നടന്നു, പരിപൂർണ സൗഖ്യമായി. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. തെരവിച്ചിരുന്ന 3 ഡിസ്കിന് വിട്ടുനിന്ന നരമ്പുകൾ ഓരോന്നെയും യേശുവിന്റെ നാമം ഉപയോഗിച്ചപ്പോൾ പിതാവാം ദൈവം ഇറങ്ങി തന്റെ കരം കൊണ്ട് ഒരു സർജറി നടത്തി. ഒരു നാളികയിൽ തന്നെ ഒരു ട്വിങ്ക്ലിംഗ് ഓഫ് ഐ,
ഒരു സെക്കൻഡിൽ തന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. നമ്മുടെ ദൈവം വലിയവൻ തന്നെ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏകദേശം ഒരു 4.5 വർഷത്തേക്ക് മുന്നേ ഞാൻ കുടുംബമായി ഞങ്ങൾ ഇവിടെ ഒരു സാക്ഷി പറഞ്ഞതാണ്. വീണ്ടും ദൈവനാമം മഹത്വപ്പെടുത്താനായി ആ സാക്ഷി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ സെക്കൻഡ് സാറ്റർഡേ ഈസ്റ്റ് പോട്ട് കാർത്തി തിരുനാൾ തിയേറ്ററിൽ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുക്കുകയായിരുന്നു. പ്രാർത്ഥന മധ്യേ സിസ്റ്റർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇരുന്ന സ്ഥലം വരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 7ാമത്തെ റോയില് ഒരിക്കൽ അബോർഷനായ ഒരു യുവതിക്ക് ദൈവം ഒരു തലമുറയെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ 7ാമത്തെ റോയിലാണോ ഇരുന്നത്? 7ാമത്തെ റോയില് ദൈവം സ്ഥലം വരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ 6 മാസം ഇവിടെ ഇല്ല, ലണ്ടനിൽ പോവുകയാണ്, 6 മാസം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഈ പ്രാർത്ഥനയില് ദൈവം അത്ഭുതം കാണിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, അയ്യോ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇയാള് കഴിഞ്ഞ മരുന്ന് വല്ലതും എടുത്ത് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല, 6 മാസമായിട്ട് ഒരു മരുന്നും കഴിക്കാതെ എനിക്ക് ദൈവം എന്നെ അത്ഭുതം ചെയ്തതാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 2008 6-ാം തീയതി ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. സുഖമായിരിക്കുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ കർത്താവിന് കോടാകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഇപ്പൊ സാക്ഷി പറയുന്നത്, ഈ ആരാധനയിൽ പങ്കെടുത്തതിന് ശേഷം ദൈവം ഞങ്ങളെ ഒത്തിരി സമൃദ്ധിയായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ സാക്ഷിയാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ UGC പരീക്ഷ, നെറ്റ് പരീക്ഷ ജൂണിൽ ഞാൻ എഴുതുകയുണ്ടായി. ആ പരീക്ഷ 3 പേപ്പറാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എനിക്ക് ഈ പരീക്ഷ ജയിക്കാൻ സാധിക്കുകയില്ല, അത്രയ്ക്ക് പാടായിരുന്നു. എന്നാലും ഞാൻ 3 പേപ്പറും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ട്യൂസ്ഡേ പ്രയറിന് ഞാൻ പോളിയോ ഹോമിൽ സ്ഥിരമായി പോവാറുണ്ട്. പ്രാർത്ഥന മധ്യേ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. റിസൾട്ട് വന്നപ്പോ എന്റെ കർത്താവ് എന്റെ രജിസ്റ്റർ നമ്പർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ കർത്താവിന് കോടാകോടി നന്ദി അർപ്പിക്കുന്നു. MA കഴിഞ്ഞിട്ട് കുറെ വർഷം കഴിഞ്ഞു. എന്നാൽ അസാധ്യമാണ്, മനുഷ്യനാൽ അസാധ്യമാണ് ഈ പരീക്ഷ പാസ്സാകുക പറഞ്ഞാൽ. എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമാക്കി തന്ന എന്റെ കർത്താവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സുജ. ഞാൻ കേശവദാസപുരത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ മാസം ഏതാണ്ട് 4-5-6 ദിവസത്തോളം കടുത്ത പനി ബാധിച്ച് റൂമിലായിരുന്നു. സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പനി കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്ററിനെ വിളിച്ച് ഫോൺ ചെയ്ത് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ച് ആ സമയം തന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. എന്നെ വിളിച്ച സമയത്ത് പറയുണ്ടായി, സിസ്റ്റർ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ഒരു ഭയങ്കരമായ ഒരു ചൂട് ശരീരത്തെ അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യമായി എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായി. സൗഖ്യമായി. പിറ്റേ ദിവസം തന്നെ പൂർണ്ണ സൗഖ്യത്തോടുകൂടി ഇന്ന് വരെയും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാ. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി വലിയവന് മഹത്വം കൊടുക്കാം. നന്ദി, നന്ദി. ആരും അലസതയോട് നിൽക്കരുത്. ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. എല്ലാവരും കൈകളെ ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്,
താങ്ക് യു ലോർഡ്. താങ്ക് യു അപ്പാ. യേശുവേ നന്ദി, പിതാവേ നന്ദി. താങ്ക് യു ഹിം, താങ്ക് യു ഹിം, താങ്ക് യു ഹിം. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുന്നു. ദൈവകൃപ ദൈവജനത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവജനം ശക്തി പ്രാപിക്കുന്നു. റിസീവ് ഹിസ് പവർ. ഇപ്പോൾ ആനന്ദിക്കുക, ആനന്ദിക്കുക. ദുഃഖിച്ചത് മതി, ദുഃഖിച്ചത് മതി. ഗെറ്റ് സ്ട്രെങ്തൻഡ് ഇൻ ഹിം. അവനിൽ ബലം പ്രാപിക്കുക. ദുഃഖിച്ചത് മതി, നിരാശപ്പെട്ടത് മതി. സന്തോഷം കൊണ്ട് നിറയുക. സ്വർഗം താണിറങ്ങി വരുന്നു. ഇൻ യു, ഇൻ യു, ഇൻ യു. അഭിഷേക തീ നിങ്ങളിൽ, നിങ്ങളിൽ. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. അടുത്ത ആളിനെ നോക്കി നിൽക്കരുത്. നീ അലസതയോട് നിൽക്കരുത്. ആത്മാവിൽ നിറഞ്ഞ്. ആമേൻ, ആമേൻ. അപ്പാ നന്ദി, അപ്പാ നന്ദി. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹിയർ. അവർ സേവിയർ ഈസ് ഹിയർ. നമ്മുടെ രക്ഷിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ. മൈ മാസ്റ്റർ ഈസ് ഹിയർ. ആകയാൽ നീ അടങ്ങിയിരിക്കരുത്, നീ അടങ്ങിയിരിക്കരുത്. നീ ആർപ്പിടുക. ദൈവ ഭൈഡൽ ആർപ്പിടുക. ഹല്ലേലൂയ. കൃപ, 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 കൃപ. ദൈവ കൃപ, ദൈവ കൃപ എല്ലാവരിലും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്നേക്കും ദൈവത്തിന്. ആമേൻ, 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 ആമേൻ. ഫയർ, 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 ഫയർ. തീ, തീ, അഭിഷേക തീ നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ. ആമേൻ. വലിയവനായ ദൈവമേ, ഈ സാധുക്കളോട് മനസ്സലിയണം രാജ. എന്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും പുറപ്പെടരുതേ. അങ്ങയുടെ ശക്തിയിൽ നിറഞ്ഞ ജീവന്റെ വചനം നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുന്നതിനായി നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഫിലിപ്പിയർ 3-ാം അധ്യായം 13-14 വചനങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. Paul says, I press toward the mark for the prize of the high calling of God in Christ Jesus. ஒன்று செய்கிறேன்,
பின்னானவைகளை மறந்து முன்னானவைகளை நாடி கிறிஸ்து இயேசுவுக்குள் தேவன் அழைத்த பரம அழைப்பின் பந்தய பொருளுக்காக இலக்கை நோக்கி தொடருகிறேன். அல்லேலூயா. நான் லாக்கிലേക്ക് ഓടുന്നു. I press toward the mark. Paul says, I press in Christ Jesus toward the mark. എന്റെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന പരമ വിളിയുടെ വിരുദ്ധനായി ക്രിസ്തു യേശുവിൽ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അർത്ഥമുള്ള ജീവിതത്തിന് ഒരു ലാക്ക് ഉണ്ട്. ആമേൻ. അർത്ഥമുള്ള ജീവിതത്തിന് ഒരു ലാക്ക് ഉണ്ട്. ജീവിതം ഒരിക്കൽ മാത്രമുള്ളതാണ്. ഹല്ലേലൂയ. There is only one life, brother. You have no second life. രണ്ടാമതൊരു ജീവിതമില്ല, ആർക്കുമില്ല. എബ്രായർ 9:27 നമ്മ പഠിപ്പിക്കുന്നു, for every man wants to die and after that judgment. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. എല്ലാ മനുഷ്യർക്കും ഒരിക്കൽ മരണം, ഒരിക്കൽ ന്യായവിധിയാണെങ്കിൽ ജീവിതവും ഒരിക്കൽ മാത്രമാണ്. ആമേൻ. ജീവിതം ഒരിക്കൽ മാത്രമാണ്. അർത്ഥമുള്ള ജീവിതത്തിന് ലാക്കുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, തമിഴിൽ ഒരു മുതുമൊഴി ഉണ്ട്, അണை കടந்த വെള്ളം അഴുതാലും വരാതെ. ആമേൻ. നിന്റെ ശരീരം എന്നുള്ള കൂടാരം വിട്ട് പോയ ജീവൻ പിടിച്ചു കൊണ്ടുവരുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അർത്ഥമുള്ള ജീവിതത്തിന്റെ മുമ്പിൽ ഒരു ലാക്കുണ്ട്. ആ ലാക്കിലേക്ക് ഓടുക. Paul says, I press toward the mark in Christ. ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, ക്രിസ്തു യേശുവിൽ ഉള്ള ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ലാക്ക് ഇല്ലാത്ത ജീവിതം മേൽവിലാസം ഇല്ലാത്ത കത്തുപോലെ ഒരിടത്തും എത്തത്തില്ല. ലാക്ക് ഇല്ലാത്ത ജീവിതം അഡ്രസ് ഇല്ലാത്ത ലെറ്റർ പോലെ പോകുന്നത് റിട്ടേൺഡ് ലെറ്റർ ഓഫീസിലേക്കായിരിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, യേശുവിനെ മുൻനിർത്തി നിന്റെ ലാക്ക് സ്ഥാപിച്ചെടുക്കുക. ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ DEO ഞങ്ങളുടെ സ്കൂൾ ഇൻസ്പെക്ട് ചെയ്യുവാൻ എത്തി. ഓരോ വിദ്യാർത്ഥിയോടും DEO ചോദിച്ച്, നിനക്കെന്താകണം? ഒരുത്തൻ പറഞ്ഞ്, എനിക്ക് ഡോക്ടർ ആകണം. മറ്റേയാൾ പറഞ്ഞ്, എനിക്ക് എഞ്ചിനീയർ ആകണം. വേറൊരാൾ പറഞ്ഞ്, എനിക്ക് വക്കീലാകണം. എന്റെ മുമ്പിൽ ഇരുന്ന ഒരു പയ്യൻ പറഞ്ഞ്, എനിക്ക് പൈലറ്റ് ഓഫീസർ ആകണം. DEO ചോദിച്ച്, എന്തുകൊണ്ട്? ആ പയ്യൻ മറുപടി നൽകി, എന്റെ മുകളിലും ഒരു മനുഷ്യനും പാടില്ല, എന്റെ മുമ്പിലും ഒരു മനുഷ്യനും ഉള്ളവർ എന്റെ താഴെ അല്ലെങ്കിൽ എന്റെ പുറകെ ആയിരിക്കണം. എവർ ഫോർവേഡ് ആൻഡ് എവർ ഹൈ. അതാണ് പൗലോസ് എഴുതുന്നത്. ഐ പ്രസ് ടുവേർഡ് എ മാർക്ക് ഇൻ ക്രൈസ്റ്റ്. എനിക്കൊരു ലാക്കുണ്ട്. ആമേൻ. എപ്പോഴും ഉയരത്തിലേക്ക്, എപ്പോഴും മുമ്പിലേക്ക്. പരമ വിളിയുടെ ലാക്കിനായി ക്രിസ്തു യേശുവിൽ
ഒരു ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഇസ്രായേൽ രാജ്യത്തിന്റെ ആദ്യ രാജ ദാവീദിന് ഒരു ലാക്കുണ്ടായിരുന്നു. സങ്കീർത്തനം 42:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എന്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അതാണ് എന്റെ ലാക്ക്. എന്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ എനിക്കൊരു ലാക്ക്. 1 കൊരിന്ത്യർ 6:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിനോട് ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. One who join with the Lord is one spirit with the Lord. നമ്മുടെ ലാക്ക് നാം ദൈവത്തോട് ചേരണം എന്നുള്ളത് മാത്രമായിരിക്കണം. വന്നവർ ക്രിസ്തുവിൽ എന്തെങ്കിലും ഞാൻ നേടിയെടുത്തിട്ടേ പോവുകയുള്ളൂ എന്നുള്ള ലാക്കിൽ വേണം ഇവിടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുട്ടിയിടും ഞാൻ. ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുട്ടിയിടും ഞാൻ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ രക്ഷകനായി, അന്ത്യശ്വാസം വരയ്ക്കും. ലാക്ക് ക്രിസ്തു യേശുവിൽ ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ട ലാക്ക്. 1 തിമോത്തിയോസ് 2:4 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും അവൻ ക്രിസ്തു ഇച്ഛിക്കുന്നു. ആമേൻ. നമ്മുടെ ലാക്ക് അത് തന്നെയായിരിക്കണം. ഞാൻ രക്ഷപ്പെടണം, എന്റെ സമൂഹം രക്ഷ പ്രാപിക്കണം. ആമേൻ. അതാണ് നമ്മുടെ ലാക്ക്. I must be saved and my society will also to be saved. ഞാൻ രക്ഷ കണ്ടെത്തണം, ഞാൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടണം. എന്റെ സമൂഹം, എന്റെ സഹോദരങ്ങൾ, എന്റെ സഭ രക്ഷിക്കപ്പെടണം. അതാണ് ദൈവത്തിന്റെ ലാക്ക്, അതാണ് എന്റെയും ലാക്ക്. പൗലോസ് എഴുതുന്നു, ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയ പൗലോസ് എഴുതുന്നു റോമർക്ക് എഴുതിയ ലേഖനം 10:1 ഇസ്രായേൽ ജനം രക്ഷ കണ്ടെത്തണം. അതാണ് എന്റെ ലാക്ക്. ഞാൻ രക്ഷ കണ്ടെത്തി, ഇസ്രായേൽ ജനവും രക്ഷ കണ്ടെത്തണം. ഏത് കാര്യങ്ങളിൽ രക്ഷ? മത്തായി സുവിശേഷം 1:21 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ ജനത്തെ ക്രിസ്തു യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. പാപം മുഖാന്തിരം ഭൂമിയിൽ ശാപം വന്ന്, ശാപം മുഖാന്തിരം മരണം വന്ന്. എങ്കിൽ പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന രക്ഷിതാവ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. എന്താണ് ഈ പാപം? 1 യോഹന്നാൻ 5:17 നമ്മെ പഠിപ്പിക്കുന്ന ഏത് അനീതിയും
പാപമാകുന്നു. Any unrighteousness, it is sin. Any breaking God's law, it is sin. ഏത് അനീതിയും പാപമാകുന്നു. എന്താണ് അനീതി? വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 19-ാം വചനത്തിലെ ദൈവത്തെക്കാൾ മനുഷ്യന് നീ വലുതായി കണ്ടാൽ അതാണ് അനീതി. ആമേൻ, ആമേൻ. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തിന്റെയും നിർമ്മിതാവായ, സദാ ജീവിച്ചിരിക്കുന്ന, മൊത്തത്തിൽ ഭയങ്കരനായ, നിസ്തുല്യനായ ദൈവത്തെക്കാൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:19 നമ്മെ പഠിപ്പിക്കുന്ന മനുഷ്യന് വലുതായി കണ്ടാൽ അതാണ് അനീതി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-ാം വചനത്തിൻ പ്രകാരം ദൈവത്തെക്കാൾ സാത്താന്റെ ഉപദേശത്തെ വലുതായി കണ്ടാൽ, പ്രിയമുള്ളവരെ, അതാണ് അനീതി. ദൈവത്തെക്കാൾ ഈ ഭൂമിയിലുള്ള 7 ഘടകത്തെയും നീ വലുതായി കണ്ടാൽ അതാണ് അനീതി. ആകയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, രക്ഷിതാവിനെ ലാക്കാക്കി ഓടുക. ഞാൻ രക്ഷിക്കപ്പെടണം, എന്റെ കുടുംബം രക്ഷിക്കപ്പെടണം, എന്റെ രക്തം രക്ഷിക്കപ്പെടണം, എന്റെ രാജ്യം രക്ഷിക്കപ്പെടണം, എന്റെ പ്രൈം മിനിസ്റ്റർ രക്ഷിക്കപ്പെടണം, ഞാൻ ആയിരിക്കുന്ന എന്റെ സമൂഹം രക്ഷിക്കപ്പെടണം. അതാണ് എന്റെ വാഞ്ച. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വചനത്തിൽ ആദാം എന്നുള്ള ഒരുത്തൻ മുഖാന്തിരം ഈ ഭൂമിയിൽ അതിക്രമം കടന്നു വന്ന്, അനീതി കടന്നു വന്ന്, പാപം കടന്നു വന്ന്. അതേ വചനത്തിൽ പൗലോസ് എഴുതുന്നു, യേശു ക്രിസ്തു എന്നുള്ള രക്ഷിതാവ് മുഖാന്തിരം ഈ ഭൂമിയിൽ രക്ഷ കടന്നു വന്ന്. ആമേൻ. അവൻ എന്റെ രക്ഷിതാവ്, പാപത്തിൽ നിന്ന് മോചനം നൽകുന്നവൻ. അതാണ് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വചനത്തിലെ ജീസസ് ക്രൈസ്റ്റ് came into this world to save sinners. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ കടന്നു വന്ന്, ആ രക്ഷയുടെ പേരാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിലെ വലിയ രക്ഷ. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വലിയ രക്ഷ ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന ഈ വലിയ രക്ഷ, പ്രിയമുള്ളവരെ, നമ്മുടെ ലാക്കാകണം. ഈ രക്ഷയെ എന്റെ സമൂഹം കണ്ടെത്തണം. അതും നമ്മുടെ ലാക്കായി തീരണം. വലിയ രക്ഷ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ ലേഖന കർത്താവ് എഴുതുന്നു, ഈ വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷയെ നീ തെറ്റിക്കൊഴിയും? വലിയ രക്ഷ. എന്തുകൊണ്ട്? ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന രക്ഷ വലിയ രക്ഷ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാരണം 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-10 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവം തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷ വലിയ രക്ഷ നിന്നെയും എന്നെയും പാപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ബുദ്ധി, എന്നുള്ള പദ്ധതി
ഉരുത്തിരണ്ടത് ഒരു മന്ത്രിയുടെ മനസ്സിലല്ല, ഒരു മന്ത്രവാദിയുടെ മനസ്സിലല്ല, ഒരു ആൾ ദൈവത്തിന്റെ മനസ്സിലല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവത്തിന്റെ മനസ്സിൽ ഉരുത്തിരണ്ട പദ്ധതിയാണ്. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Salvation, the planning of salvation, the Bible records, conceived in the mind of Almighty God. Therefore, it is greater salvation. പാപിയെ രക്ഷിക്കണം എന്നുള്ള പദ്ധതി ഉരുത്തിരണ്ടത് പിതാവാം ദൈവത്തിന്റെ, യഹോവയാം ദൈവത്തിന്റെ ബുദ്ധിയിലാകുന്നു. അതാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ ക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്ന ഈ രക്ഷ വലിയ രക്ഷ തന്നെ. രണ്ടാമത്, പ്രിയമുള്ളവരെ, ഈ രക്ഷ നീയും ഞാനും കരസ്ഥമാക്കുവാൻ, സൗജന്യമായി കരസ്ഥമാക്കുവാൻ ഈ രക്ഷയ്ക്ക് പിതാവാം ദൈവം നൽകിയ വില വലിയ വിലയാണ്. ഈ പദ്ധതി ഉരുത്തിരണ്ടത് വലിയവന്റെ ബുദ്ധിയിലാണ്. ഈ രക്ഷയ്ക്ക് ദൈവം നൽകിയ വില വലിയ വിലയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വചനത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന, നിങ്ങളെ തന്നെയും തന്റെ സ്വന്തം രക്തത്താൽ അവൻ സമ്പാദിച്ചിരിക്കുന്നു. ആമേൻ. ദൈവം തന്റെ സ്വന്തം രക്തത്താൽ 33.5 വയസ്സായ ഒരു യഹൂദ ചെറുപ്പക്കാരന്റെ രക്തമല്ല ക്രൂശിൽ ചൊരിയപ്പെട്ടത്, ദൈവത്തിന്റെ രക്തമാകുന്നു. God shed his own blood. പ്രിയമുള്ളവരെ, creation the breath of God, but salvation costed the life of God. സൃഷ്ടി, ദൈവം സൃഷ്ടിച്ചത് തന്റെ ശ്വാസത്താൽ, പക്ഷെ ദൈവം രക്ഷിച്ചത് തന്റെ ജീവനാൽ. ആമേൻ. ദൈവം ഈ ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് തന്റെ ശ്വാസത്താൽ. ദൈവം നിന്നെയും എന്നെയും രക്ഷിച്ചത് തന്റെ ജീവന വിലയായി നൽകിയാണ്. Creation costed only breath of God, but salvation costed God's life, blood. രക്തം മനുഷ്യന്റെ രക്തമല്ല, ദൈവത്തിന്റെ രക്തം. ദൈവത്തിന്റെ രക്തം, അതിന് അവൻ നൽകിയ വില ഏറ്റവും വലിയ വിലയാണ്. ആകയാൽ ഈ രക്ഷ, പ്രിയമുള്ളവരെ, വലിയ രക്ഷ. മത്തായി സുവിശേഷം 20:28 നമ്മെ പഠിപ്പിക്കുന്ന, തന്റെ ജീവന് മറുവിലയായി കൊടുത്ത് ദൈവം നമ്മെ രക്ഷിച്ച്. ആകയാൽ ഈ രക്ഷ വലിയ രക്ഷ. മൂന്നാമത്, ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത് അവന്റെ ശക്തിയാലോ അവന്റെ കഴിവിനാലോ അല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം, ഒരു പാപി, ഒരു ദുഷ്ടൻ, ഒരു ദൈവസന്നിധി വിട്ട് അകന്നിരിക്കുന്നവൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നത് ദൈവാത്മാവിന്റെ പ്രേരണയാൽ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. Not in his own power, but on the agency of God's Holy Spirit. ദൈവാത്മാവിന്റെ പ്രേരണ. മനുഷ്യനിൽ ദൈവാത്മാവ് എന്നും രക്ഷിക്കപ്പെടുവാൻ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഹന്നാൻ 16:8 നമ്മെ പഠിപ്പിക്കുന്ന, ദൈവാത്മാവ് നമുക്ക് ബോധം നൽകുന്നു. It is because of God's Holy Spirit we have been saved. അവൻ നൽകിയ പ്രേരണ മുഖാന്തരം നാം രക്ഷിക്കപ്പെട്ടു. ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിൽ ഉൾപ്പെടുന്ന പിതാവാം ദൈവം, പുത്രനാം ദൈവം,
പരിശുദ്ധാത്മാവാം ദൈവം, തിരിയേക ദൈവം. ആമേൻ. രക്ഷ പിതാവാം ദൈവത്തിന്റെ ബുദ്ധിയിൽ ഉരുത്തിരണ്ട് പുത്രനാം ദൈവത്തിന്റെ രക്തം വിലയായി നൽകി പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പ്രേരണയാൽ സംഭവിക്കുന്നത് കൊണ്ട് ഇത് സൗജന്യമായി കിട്ടിയാലും വില കുറഞ്ഞ രക്ഷയല്ല, ഇത് വലിയ രക്ഷയാകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ പാലട കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ. ലോകത്തിൻ പാലട കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള യെരൂശലേം നിത്യാഗ്രഹം യാത്ര ചെയ്യോ. റഗ്ഗാല ദന്ധനദബ ലഞ്ചനാ ശകാല ദന്ധനദബ റഗ്ഗാല ദന്ധനദബ. പവർ ഓഫ് ഗാഡ്സ് സൽവേഷൻ, രക്ഷ നൽകുന്ന ദിവ്യ ശക്തി നിങ്ങളിൽ 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 ആത്മാവിൽ നിറഞ്ഞാരടിപ്പി. ദൈവം ദാനം നൽകിയ രക്ഷ ചെറിയ രക്ഷയല്ല. പിതാവാം ദൈവത്തിന്റെ മനസ്സിൽ ഉരുത്തിരണ്ട് പുത്രനാം ദൈവത്തിന്റെ രക്തം വിലയായി നൽകി പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പ്രേരണയാൽ ലഭ്യമാകുന്ന രക്ഷ വലിയ രക്ഷ, വലിയ രക്ഷ, വലിയ രക്ഷ. ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ചെയ്യിച്ചെന്നാലും എല്ലാം പ്രതികൂലം ആയെന്നാലും യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി. യോട്ടം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ. പവർ, 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 ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം നൽകപ്പെട്ട രക്ഷ വലിയ രക്ഷ. നാലാമത്തെ കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ആമേൻ നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവാം ദൈവം തന്റെ പുത്രനെ നൽകി ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു. ഇതാണ് രക്ഷയുടെ മന്ദിരം. ഇതാണ് ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന രക്ഷയുടെ മന്ദിരം.